അപ്പൊ ഇന്നതാ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് ഒരു ടെക്സ്ചർ വർക്ക് ആയാലോ? എന്നാ വാ തുടങ്ങാം. ആദ്യം തന്നെ സ്റ്റിക്കെല്ലാം ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് നമുക്കൊരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഫ്രെയിമിന് അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ അതിന്റെ ബാക്കിലതാ ഇതുപോലെ കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സെറ്റാക്കിയ ഈ ഫ്രെയിമില് നമ്മളൊരു ക്ലൗഡിന്റെ ടെക്സ്ചർ വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഈ ടെക്സ്ചർ വർക്ക് ആദ്യമായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോ കൊക്കിലൊതുങ്ങുന്നത് വേണ്ടേ ആദ്യം തന്നെ കൊത്താൻ. അങ്ങനെ ആദ്യം തന്നെ സിമ്പിൾ ആയിട്ട് ഒരെണ്ണം ചെയ്ത് നോക്കി അത് സക്സസ് ആയി എന്ന് നമുക്ക് തോന്നിയാൽ മാത്രം സെക്കൻഡ് നമുക്ക് വലുതിലേക്ക് പിടിക്കാന്നേ. അപ്പോൾ നമ്മുടെ ക്ലൗഡിനിരിക്കാനുള്ള സ്കൈ ആണ് ഈ സെറ്റ് ആക്കണത്. ഫ്രെയിമിന്റെ മേളില് ബ്ലൂ കളർ പെയിന്റും ഫ്രെയിമിന്റെ താഴെ ഈ ബ്ലൂ കളർ പെയിന്റിന്റെ കൂടെ കുറച്ച് വൈറ്റ് കളർ പെയിന്റും കൂടി ഇതാ ഇതുപോലെ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് മുകളിൽ നിന്ന് താഴത്തേക്കൊന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്കൈയുടെ എഫക്റ്റ് നമുക്ക് കിട്ടും. ഈ ഐഡിയ എൻ്റെ അല്ല, അത്യാവശ്യം പെയിന്റിംഗ് ബുദ്ധിയൊക്കെയുള്ള ആരോ കണ്ടുപിടിച്ചതാണ്. പിന്നെ നമ്മൾ അതിന് ചെറുതായിട്ടൊന്ന് അടിച്ചു മാറ്റിയെന്നേ ഉള്ളൂ. കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ സ്കൈ റെഡിയായി. ഇനി നമ്മുടെ ക്ലൗഡിനുള്ള ടെക്സ്ചർ റെഡിയാക്കാം. അതിന് നമ്മുടെ ടിഷ്യൂ പേപ്പർ എടുത്ത് അറഞ്ചം പുറഞ്ചം ഇതുപോലെ അങ്ങോട്ട് കീറിക്കോ. പിന്നെ ഒരു ഗ്ലാസും വെള്ളവും എടുത്ത് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇതുപോലെ അതിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നനച്ച ടിഷ്യൂ പേപ്പർ വേറൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി ഏതെങ്കിലും ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചതാ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ടിഷ്യൂ പേപ്പറിന് ഓൾറെഡി വൈറ്റ് കളർ ആണ്, എന്നാലും നമ്മുടെ ക്ലൗഡിന്റെ ആ ഒരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടി നമ്മുടെ വൈറ്റ് പെയിന്റും കൂടി ഇതിന്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ഫ്രെയിമില് ചെറിയൊരു സ്റ്റാറിന്റെ എഫക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ വിരലും ബ്രഷും കൂടി വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. അത്യാവശ്യം നല്ല ഭംഗിക്ക് കിട്ടും. ഇനി എന്താ, നമ്മുടെ ഫ്രെയിമില് ആ ക്ലൗഡിന്റെ ഷേപ്പില് ഇതുപോലെ പശയൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത് നമ്മുടെ ടെക്സ്ചറും കൂടി അങ്ങോട്ട് വെച്ച് കൊടുക്കണം. അങ്ങനെ ഓരോ ക്ലൗഡിന്റെ ഷേപ്പിലും നമ്മുടെ ടെക്സ്ചർ ഇതേപോലെ അങ്ങോട്ട് സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കൂർത്ത സംഭവം കണ്ടില്ലേ, അത് ടെക്സ്ചർ നല്ലതുപോലെ വെക്കാൻ വേണ്ടി ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് നമ്മൾ തന്നെ റെഡിയാക്കിയതാണ്. അത് റെഡിയാക്കണ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. അങ്ങനെ ടെക്സ്ചർ വർക്കൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇതാ ഒരു മൂണിനും കൂടി നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വരക്കാനുള്ള കഴിവ് അപാരമായതുകൊണ്ട് മൂണിന് ചിലപ്പോൾ ചെറിയൊരു വളവും ചരിവൊക്കെ ഉണ്ടായെന്ന് വരും, അത് കാര്യമാക്കണ്ട. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ടെക്സ്ചർ വർക്ക് അത്യാവശ്യം സക്സസ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ അത് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. കൂടെ ഒരു ലൈക്കും കൂടി പോരട്ടെ. പിന്നെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി പിന്നെ കാണാം. ബൈ.